നീ എനിക്ക് ഇറക്കാതെ പോയ മോളാ. നീ നീ ഇത്രയും കാലം എവിടെയായിരുന്നു? എന്നെ തേടി ഒന്ന് വരായിരുന്നില്ലേ? എന്തിനാ നീ ഇത്രയും താമസിച്ചേ? എങ്ങനെയാണ് മല്ലികാൻറ്റി വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല. മല്ലികാൻറ്റി ഇത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ മല്ലികാൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് എടുക്കാതിരിക്കരുത്, ഇത് നല്ലൊരു ടീമാണ്, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ ചിലപ്പം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നുള്ളൊരു രീതിയിൽ മല്ലികാൻറ്റി ഒരുപാട് വിളിച്ച് സംസാരിച്ചു. ചാക്കോച്ചനൊക്കെ പണ്ട് കോളേജിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ എല്ലാവരുടെയും ഒരു ക്രഷ് എന്ന് തന്നെ പറയാം. പിന്നെ മാത്രമല്ല ചാക്കോച്ചന്റെ ഒരു പേഴ്സണാലിറ്റി ഒരു ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ്. ഭയങ്കര ഒരു നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി. കാഷ്വൽ. ചാക്കോച്ചന്റെ അമ്മയല്ലായിരുന്നു, ചാക്കോച്ചന്റെ ചെറുപ്പമായിരുന്നു ചെയ്തത്. ചാക്കോച്ചനോട് ഒരു കോമ്പിനേഷൻ ഇല്ലായിരുന്നു എനിക്ക്. എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കും. ഡെഫിനറ്റ്ലി ചോദിക്കും. നീ വേണമെങ്കിൽ അശോകനെ എടുത്തോ, പക്ഷെ കുറെ നാൾ കഴിയുമ്പോ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് വന്നേക്കരുത്, എടുത്തോണ്ടങ്ങ് പോയിക്കോണം. എനിക്ക് വേണ്ട നിന്റെ അശോകനെ. അനുപമയ്ക്ക് ഒരു കാര്യം അറിയോ, അശോക് നിങ്ങളുടെ ജീവനായിരിക്കും, പക്ഷെ എന്റെ ജീവിതമാണ് അശോകേട്ടൻ. അതെ, എടുത്തോ. എനിക്ക് വേണ്ട വേണ്ട, നഹി ചാഹിയേ, ലേലോ. ആലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും, കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്കിന്ന് നീ കൊണ്ടുപോകും. എങ്ങനെ വരുന്നേ? അതങ്ങനെയാ. നല്ല അത് കല്യാണമൊക്കെ കഴിയുമ്പോ താനേ നമ്മൾ വന്നോളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളക്കരച്ചിലൊക്കെ നടത്തേണ്ടവരെ. സംഗീതയെ പോലെ ടോക്സിക് ആയ സ്ത്രീകളെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ക്രോ ഗോട്ട്. ഗോട്ടോ? ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡിങ്കിരി 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 പട്ടാളം, ഡുമുക്കി 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 ഡൂക്കിലി പട്ടാളം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കംപക്കം വിത്ത് മെഹർ ഫാത്തിമ. അപ്പോൾ ചക്കംപക്കത്തിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പട്ടാളം മൂവിയിലെ പട്ടാഭിരാമന്റെ സ്വന്തം വിമല ചേച്ചി ആട്ടോ. വിമല ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം നമ്മുടെ സ്വന്തം ടെസ്റ്റ് ചേച്ചി. ചേച്ചി വെൽക്കം ടു ദ ഷോ. എത്തൂല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. താങ്ക് യു മെഹർ. മെഹറും. അപ്പൊ നമ്മുടെ ഷോ നെയിം ഞാൻ പറഞ്ഞില്ലേ, ചക്കംപക്കം. ചക്കംപക്കം. ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ടാസ്കുകളാണ്. ഇപ്പൊ ഞാൻ വായിക്കുന്ന ചക്കത്തിനൊക്കെ ചേച്ചി യെസ് ആണെങ്കിൽ ഞാൻ റിമോട്ട് തരും, റിമോട്ടിൽ ഞെക്കാം. യെസ് ആണ് റിമോട്ട് ഞെക്കാം. നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞെക്കണ്ട. പക്ഷെ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ടാസ്ക് ഉണ്ട്. അത് ശരി, അങ്ങനെ. പിന്നെ ആദ്യം തന്നെ ടാസ്ക് തന്നാ പോരെ? നമുക്ക് അറിയണമല്ലോ, കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് പോവാൻ. ശരി, നമുക്ക് തുടങ്ങാം. റിമോട്ട് തരാം. ഇതാണ് ചേച്ചിക്കുള്ള റിമോട്ട്. ഓക്കെ, ഇത് ഇവിടുത്തെ എ സിയുടെ റിമോട്ട് അല്ലേ? എ സിയുടെ റിമോട്ടാണ്. ചേച്ചി റിമോട്ട് ഒക്കെ കിട്ടിയില്ലേ? റിമോട്ട് ഒക്കെ കിട്ടി, പക്ഷെ ഇത് ഞെക്കി കഴിഞ്ഞാൽ എ സി ഓഫ് ആവോ? പോലെ കാണിച്ചാ മതി. ഓക്കെ, തുടങ്ങാം. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ചക്കം വായിക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന ടെസ ഇപ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആണല്ലേ? ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ ട്രിപ്പ് പോകുന്നതും അതിന്റെ ഒക്കെ. സോളോ ട്രിപ്പ് ആണോ ഇഷ്ടം? സോളോ ട്രിപ്പിന്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയല്ല, എനിക്ക് എപ്പോഴും ഇഷ്ടം ആൾക്കാരുടെ കൂടെ പോകുന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ എനിക്കിപ്പോ ഷൂട്ടിന്റെ ബ്രേക്ക് ഒക്കെ വരുമ്പോ കുറച്ച് സമയം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും, നമുക്ക് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അവിടെ പോയാലോ? എടി നമ്മൾ 6th പറ്റത്തില്ല, നമുക്കൊരു 7th പോയാലോ? അപ്പൊ ചിലർ പറ്റത്തില്ല, എനിക്ക് 8th പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും കൂടെ സമയം നോക്കി നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ ഞാൻ തന്നെ എനിക്കൊരു കമ്പനി ആകാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാവുന്നു. പക്ഷെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എനിക്ക് ഗവി ഇഷ്ടപ്പെട്ടു. അത് സോളോ ആയിരുന്നോ? സോളോ ആയിരുന്നു. അപ്പൊ ഞാൻ പോയ സമയത്ത് ഒട്ടും ആൾക്കാരോ തിരക്കൊന്നും ഇല്ലാതെ, സീസൺ ടൈം അല്ലായിരുന്നു. അതുകൊണ്ട് എവിടെ പോയാലും ആൾക്കാരൊന്നും ഇല്ലാതെ അപ്പൊ അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി. ഞാൻ ഡ്രൈവ് പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ ചക്കം കഴിഞ്ഞു, അതിനുള്ള പക്കം വേണ്ടേ? എനിക്കുള്ള പക്കം തോന്നുന്നുണ്ട്. ഞാൻ അഭിനയിക്കുന്ന പാട്ട് തിരിച്ചറിയണം. അഭിനയിക്കുന്ന പാട്ട് തിരിച്ചറിയണം. ഓക്കെ, മാങ്ങ. ഫ്രൂട്ടാണോ? ഫ്രൂട്ടാണ്. തേങ്ങ. തേങ്ങ. കയറ് നിവർത്തി, വലിച്ചു നീട്ടി.
തേങ്ങ പറിച്ചു. തേങ്ങ തെങ്ങ്. മടലെന്നൊക്കെ പറയൂ. ആ ഓല. ആ ഓല. ആ തേങ്ങ ഓല. ഓല 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 ഓല. ആ ആ തേങ്ങ ഓല. ഓല. ഇനി ഓല. 3 ഓല. ഓല ഓല ഓല. അത് പാട്ടായിട്ട് പാടണോ? അങ്ങനെ പാട്ടുണ്ട്. അത് ഓല എന്നല്ലല്ലോ, ഏല 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 ഉണ്ട്. അത് പണ്ടത്തെ പടതല്ല. ഒരു പാട്ടുണ്ട്. അതേതാണ്? അതൊന്ന് പാടിക്കേ. ഓല 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 ഓല. എന്റെ ദൈവമേ. ഈ പാട്ട് കേട്ടിട്ടില്ലേ? അയ്യോ കർത്താവേ. ആ ഓക്കെ, കേട്ടിട്ടില്ലേ? ഞാൻ തോറ്റു. ആ നെക്സ്റ്റ് ചക്കം. തലവനിലൂടെ സിനിമയിലേക്കുള്ള വൻ തിരിച്ചുവരവ് നടത്താൻ പ്രേരണയായത് സുഹൃത്ത് ജിസ് ജോയുടെ ഉപദേശങ്ങളാണ്. നോ, അല്ല. അല്ല. കാരണം ഞാൻ ഓരോ സിനിമ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുമ്പോൾ തിരിച്ചു വരുന്നു. അങ്ങനെ ഇപ്പൊ ഞാനൊരു 4-5 മൂവി ചെയ്തപ്പോഴും ഒക്കെ പോയി തിരിച്ചു വരുന്നു. അങ്ങനെ ഇതും തിരിച്ചു വരും. പിന്നെ ഇനി ഈ തലവൻ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് ഒരു ഗ്യാപ്പ് വരും. അപ്പോഴും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാരും പറയും വീണ്ടും തിരിച്ചു വരും. ഞാൻ കുറെ. അപ്പൊ ഇത്രയും നാൾക്ക് ഒരു ബ്രേക്കിന് ശേഷം പിന്നെ തിരിച്ചു വരാൻ ആ ഒരു എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ? എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലല്ലേ, അല്ലാതെ ഞാൻ എങ്ങും മറിഞ്ഞിരിക്കുമെന്നല്ല. ഓപ്പർച്യൂണിറ്റീസ് നല്ലത് വരുമ്പോ ഞാനത് ഗ്രാബ് ചെയ്യാറുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു, അത്രേ ഉള്ളൂ. ചേച്ചി അപ്പം നോയാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ജിസിന്റെ ഒരു സപ്പോർട്ടും മോട്ടിവേഷനും എനിക്കുണ്ട്, അതില്ല എന്ന് ഒരിക്കലും പറയത്തില്ല. പിന്നെ നല്ലൊരു ക്യാരക്ടർ വന്നപ്പം ജിസ് എന്നെ ഓർത്തു. കാരണം ഇത്രയും ആക്ടേഴ്സുമായിട്ടൊക്കെ ജിസ് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അതെ, പക്ഷെ എന്നാലും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ജിസ്. ഞങ്ങൾ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ എന്റെ പേരൻസുമായിട്ടായിരിക്കും പേരൻസിന് ജിസ് ശരിക്കും ഒരു മോനെ പോലെ തന്നെയാണ്. അപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ജിസ് എന്നെ ഓർത്തു വിളിച്ചു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നെ എന്ത് റോൾസ് ചെയ്യുമ്പോഴും ജിസിന്റെ ഒരു എന്താ പറയാ, ഒന്ന് ആദ്യം ജിസിനോടൊന്ന് ചോദിക്കുന്നത് എനിക്കൊരു സമാധാനം. ഒരു കൂടപ്പറപ്പിനോട് ചോദിച്ചിട്ട് ഒരു ചെയ്യുന്ന പോലെ. അതെ അതെ. അപ്പൊ നമ്മുടെ പക്കം ചക്കം പക്കം എന്ന ഷോയ്ക്ക് ഒരു ഉഗ്രൻ ഇൻട്രോ തരിക. ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഞാൻ ഒരു ഇൻട്രോ തന്നല്ലോ, അതിന് വെല്ലാനൊന്നും ഇല്ല, എന്നാലും വെൽക്കം ടു പടക്കം പൊട്ടുന്ന പോലെ ചക്കം പക്കം എന്ന ഫാന്റാസ്റ്റിക് ഷോ. മതിയല്ലോ, ധാരാളം. കുറച്ചും കൂടെ പറഞ്ഞോ. സുന്ദരിയായ മെഹർ ചെയ്യുന്ന ഈ ഷോ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഈ ഷോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം, പോരെ? ഇപ്പൊ മെഹറിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറയണം, അതിനു വേണ്ടിയിട്ടല്ലായിരുന്നോ? അങ്ങനെയല്ല, ഒരു ഇൻട്രോ എനിക്ക് അത് അതിനകത്തൊന്നും എടുക്കാലോ. ഇപ്പൊ നാളെ ചേച്ചിയുടെ ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാലോ. അപ്പൊ ഇങ്ങനെ എല്ലാരെയും വെച്ചൊരു ഇൻട്രോ എടുത്തിട്ട് അടുത്ത ആൾക്ക് അത് യൂസ് ചെയ്യാൻ കുറച്ചെടുത്തിട്ട് അങ്ങനെ ഒരു ഇൻട്രോ തുടങ്ങാനാണ് എന്റെ ഒരു ആഗ്രഹം. ഷോ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എഴുതിത്തരാം. അപ്പൊ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചക്കം. ചക്കപ്പഴത്തിലെ ക്യാരക്ടർ റിയൽ ലൈഫ് പ്രായത്തേക്കാൾ കൂടിയതാണെന്ന് അറിഞ്ഞിട്ടും ധൈര്യപൂർവ്വം എടുക്കുകയായിരുന്നു. അതെ, ഞെക്കേണ്ട ആവശ്യമുണ്ടല്ലോ, ഞെക്കി അങ്ങനെ ചൂസ് ചെയ്തതാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ത്രൂ ഔട്ട് ചെയ്തിരുന്ന ഒരു ഭയങ്കര സങ്കടം ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നു. ഇവർ സീരിയൽസ് ആണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാം ഭയങ്കര ഒരു ദുഃഖമാണ്. പക്ഷെ എനിക്ക് എന്റെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന ആർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹമില്ലാത്ത, എല്ലാവരും ഹാപ്പി ആയിട്ട്, പക്ഷെ എന്നാലും ചിരിക്കാനും ഒരുപാട് സന്തോഷിക്കാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് കൂടാനും ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ കോമഡി എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും, പക്ഷെ നീ എന്തിനാണ് ഇങ്ങനത്തെ കോമഡി ഒക്കെ എന്തെങ്കിലും ചെയ്യണം. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് കോമഡി ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ഈ സീരിയസ് ഏറ്റവും പാട് കോമഡി ചെയ്യാനായിരിക്കും അല്ലെ, അതിന്റെ ടൈമിംഗ് കൊണ്ട് ഒക്കെ. പക്ഷെ നമ്മള് ഒരു അമ്മ ക്യാരക്ടർ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. മറ്റവരുടെ പോലെ അത്രയും കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്കുള്ള കോമഡിയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് എന്നാലും അതിലൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ചക്കപ്പഴത്തിന് സിംഗ് സൗണ്ട് ആണ്. അപ്പൊ നമ്മള് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ആ ഡയലോഗ്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ സ്പേസ് യൂസ് ചെയ്യാനും പിന്നെ ഒരാൾ പറയുമ്പോൾ അത് കേട്ടിട്ട് അതിന് റിപ്ലൈ ചെയ്യാനും. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത്
അതുപോലൊരു സംഭവം. അപ്പൊ അതൊരു പുതിയൊരു സാധനമായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ചക്ക. സീരിയലിൽ നായികാവേഷം തൽക്കാലത്തേക്ക് ഇനിയില്ല. തൽക്കാലത്തേക്ക് ഇല്ല എന്ന് ഞാനിപ്പോ എന്റെ മൂവി ഒരെണ്ണം. അപ്പൊ നോയാണ്. അതെ, ഓയ്യോ, ഞെക്കിയോ? തൽക്കാലത്തേക്ക് ഇല്ല. യെസ്, തൽക്കാലത്തേക്ക് ഇല്ല എന്ന് തന്നെയാണ്. യെസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സീരിയലിൽ കുറെ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പം സീരിയലിലൊക്കെയാണ് നമ്മളൊരു 6:15 6:30 ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യും. തീരുന്ന ഒരു 9:30 വരെ. എക്സാജറേഷൻ അല്ല, 9:30 ആകുമ്പോഴാണ് തീരുക എന്ന് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ 10 ആവും, 10:30 ആവും, ലേറ്റ് നൈറ്റ് വരെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കുറെ ടൈം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പം ഇല്ലാത്തത് കാരണം ഉണ്ടോ? റെമ്യൂണറേഷൻ ഒക്കെ ഇല്ലാതെ നമ്മളാരും ജോലി ചെയ്യില്ലല്ലോ. അതെന്ന് വെച്ചാൽ നമ്മുടെ കുറെ നമ്മൾ സമയം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ അബുദാബിയിലാണല്ലോ, അപ്പൊ പോയി വരാനുള്ള ഒരു ഇതും, പിന്നെ കൊച്ചിയിലാണ് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പൊ എന്തെങ്കിലും നല്ലൊരു പ്രോജക്റ്റ് കൊച്ചിയിൽ നിന്ന് വരുന്നതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കാം. ഇപ്പൊ തലവൻ റിലീസ് ആയത് കാരണം മൂവീസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ചെയ്യാലോ എന്നുള്ള ഇതിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. സീരിയൽസ് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ പറ്റില്ല ഈ സിനിമ ചെയ്യാനായിട്ട്. അപ്പം കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം രണ്ടും അത് വല്ലാതെ എഫക്റ്റഡ് ആവും. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മാത്രം. നല്ല ക്യാരക്ടേഴ്സ് സിനിമ വന്നാൽ തീർച്ചയായിട്ടും സിനിമയായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കേ, പബ്ലിക് പ്ലേസിൽ വീണിട്ടുണ്ട്. പബ്ലിക് പ്ലേസിൽ വീണിട്ടില്ല, കാല് മടങ്ങി പോയിട്ടുണ്ട്. യെസ്. ഭയങ്കര ഒരു വീഴ്ച ഒന്നും വീണിട്ടില്ല. ഇല്ല, അങ്ങനെ വലിയ വീഴ്ച ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വീഴ്ച വീണു? ഞാൻ മിനിഞ്ഞാന്നും കൂടെ വീണുള്ളൂ. ദൈവമേ, ഇനി ഞാനെങ്ങാനും ഈ അടുത്തെങ്ങാനും വീണ ഇല്ല. കാലൊക്കെ നമ്മൾ കരുനാക്കാട്ടോ. കരുനാക്കാണോ? എന്റെയും കരുനാക്കൊക്കെ തന്നെയാണ്. വേണ്ട, നമുക്ക് ധാരണ പോവാം. ഇല്ല, കാലൊക്കെ അല്ല, നമ്മളിങ്ങനെ മോളിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴേ വായി നോക്കിയായിരിക്കുമല്ലോ നമ്മൾ നടക്കുന്നത്. അപ്പം കാലൊക്കെ ചിലപ്പോൾ മടങ്ങി പോകും. അപ്പൊ നമ്മൾ ഒന്നും അറിയത്തില്ലാത്ത പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നടക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വീണിട്ടൊന്നുമില്ല. വീണിട്ടില്ല. വീഴാനൊരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. സെയിം ടു യു. ഇരിക്കുന്ന കസേര പൊട്ടിയല്ലേ ഇരിക്കുന്നേ? കസേര പൊട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു ആക്ടിങ് സെഗ്മെന്റ്. അല്ല, ആക്ടിങ് സെഗ്മെന്റാ. ചേച്ചി എന്നെ നോക്കിയിട്ട് പറയണം, നീ എനിക്ക് പിറക്കാതെ പോയ മോളാണ്. എന്തൊരു നിശബ്ദത. അങ്ങനെ ഞാൻ ആക്ട് ചെയ്ത് പക്ഷെ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് പറഞ്ഞോ? ഇമോഷണൽ ആക്ടിങ്ങിൽ കൂടെ ഞാൻ കാണിക്കണം. ഞാൻ ഊമയാണ്. ഊമയല്ല, എന്നോട് ഇങ്ങനെ പറയണം. അപ്പൊ ഞാനിങ്ങനെ ഇമോഷണൽ ആയിട്ട് ഞാനൊന്ന് ക്യാരക്ടറിലോട്ട് കയറട്ടെ. ഞാൻ എന്ത് എക്സ്പ്രഷൻ ആയിട്ടാണ്? അത് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മോളാണോ, അത് ചില്ലായിട്ടുള്ള മോളാണോ വേണ്ടത്? എന്ത് എക്സ്പ്രഷൻ ആണ് അമ്മ അങ്ങനെ പറയുമ്പോ മോൾ ഇടേണ്ടത്? ഒരു അറിയൂലേടി, അതാണോ? ഇങ്ങനെ ചിരിച്ചോണ്ട് ഞാൻ എങ്ങനെ പറയും? ഇല്ല, ഞാൻ ചിരിക്കൂല. 1 2 3. നീ എനിക്ക് പിറക്കാതെ പോയ മോളാ. പക്ഷെ ഈ കിളി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കിളിയോ? ചിരി. എനിക്ക് ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞു. കണ്ണറിഞ്ഞല്ലേ? എങ്ങനെ ശരിക്കും ആ ഒരു ഇതിനകത്തോട്ട് ആയ പോലെ. എന്നാലും അത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് 2-3 വരി കൂടെ പറയാമായിരുന്നല്ലേ? പക്ഷെ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഞാൻ ചിരിക്കൂല. അത് മതിയല്ലോ. അയ്യോ, ഞാൻ ചിരിക്കണ്ട. ഇനിയും പറയണോ? പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോയോണ്ട് ഞാൻ ചിരിക്കൂല ഇനി അത് തന്നെ പറയണോ? പക്ഷെ നല്ല ഭംഗി. അത് കുറച്ചും കൂടെ ലൈൻസും കൂടെ ചേച്ചിട്ട് കൈ നിട്ടോട്ടോ. നീ എനിക്ക് പിറക്കാതെ പോയ മോളാ. നീ ഇത്രയും കാലം എവിടെയായിരുന്നു? എന്നെ തേടി എനിക്കൊന്ന് വരായിരുന്നില്ലേ? എന്തിനാ നീ ഇത്രയും താമസിച്ചേ? ഈ ഇന്റർവ്യൂവിന് വിളിക്കാൻ എന്തേ മേർന്ന് താമസിച്ചേ? ചിരിക്കല്ലേ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഇല്ലാത്ത വിഷമങ്ങളൊക്കെ ആലോചിച്ചിരിക്കാൻ ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്റെ മേക്കപ്പ് എല്ലാം പോയി. ഇല്ല, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതെ, എനിക്ക് കരയാൻ പെട്ടെന്ന് എങ്ങനെ വരുന്നേ? അതങ്ങനെയാ. നല്ല അത് കല്യാണമൊക്കെ കഴിയുമ്പോ താനേ നമ്മൾ വന്നോളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കള്ളക്കരച്ചിലൊക്കെ നടത്തേണ്ടി വരുവേ. എനിക്കിത് ശീലമാണ്. അതെ, എനിക്കിതൊക്കെ ശീലമാണ്. ഓക്കെ, അപ്പം അടുത്ത ചക്കം.
ഗൂഗിൾ പേ മാത്രം ഉള്ളത് കൊണ്ട് ലിക്വിഡ് ക്യാഷ് കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും പെട്ടുപോയ സിറ്റുവേഷൻ ഉണ്ട്. ഇല്ല, എൻ്റെ കയ്യിൽ എപ്പോഴും ക്യാഷ് കാണും. എപ്പോഴും ലിക്വിഡ് എപ്പോഴും എൻ്റെ കുറച്ച് ഒരു 500 രൂപയെങ്കിലും ഉണ്ടാവും. എൻ്റെ ബാഗിൽ എപ്പോഴും കാണും. കള്ളന്മാരൊക്കെ കേൾക്കുന്നുണ്ടാവും ചേച്ചി. അല്ല, 500 രൂപയുടെ കാര്യമല്ലേ. 500 രൂപ. Okay. കുഴപ്പമില്ല. ഇപ്പോഴത്തെ കള്ളന്മാർക്കൊന്നും 500 രൂപ വേണ്ട മെഹർ. കള്ളന്മാർക്ക് 500 രൂപ വേണ്ടേ? പക്ഷെ ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ പോയിട്ട് അത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. സെർവർ ഡൗൺ അതെ ആയിരിക്കും. അതെ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ക്യാഷ് എപ്പോഴും എൻ്റെ കയ്യിലൊരു കുറച്ച് 500 രൂപയെങ്കിലും എൻ്റെ ബാഗിൽ എപ്പോഴും കാണും. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പക്കം. ഞാനിനി കൊച്ചിയിലെ കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറയും. ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ പറയും. അത് ഏത് സ്ഥലമാണ് ചേച്ചി ഐഡന്റിഫൈ ചെയ്യണം. ചേച്ചിയുടെ ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. ക്രൗ ഗോട്ട്. ക്രൗവോ? ക്രൗ അല്ല, ഐ മീൻ ക്രോ ഗോട്ട്. സോറി, ഇതിനകത്ത് എഴുതിയേക്ക് ക്രോ ഗോട്ട്. ഗോട്ടോ? ആ, ഗോട്ട്. കാക്കനാട്. ആ, കാക്കനാട്. കാക്കനാട്. ആ, കാക്കനാട്. ഇതെങ്ങനെ വന്നേന്നൊന്നും എനിക്കറിയില്ല. കാക്കൻ ആട്. ആ, കാക്കയും ആട്. ആട്, കാക്ക ആട്. ആക്ച്വലി കാക്കനാടെന്നാണത്. ആ, കാക്കനാട്. ശരി. ഇൻ മൗത്ത്. വായിക്കകത്തോ? ഒന്നുകൂടെ പറഞ്ഞേ. ഇൻ മൗത്ത്. മൗത്ത്. ആ, മൗത്ത് എന്ന് പറഞ്ഞാൽ വായല്ലേ? ചുങ്ങോടൊക്കെ പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട്. വയറ്റില്. പക്ഷെ സ്റ്റൊമക്ക് മതിന്ന്. സ്റ്റമക്കാണ്, വയറ്റില എങ്ങനെ വായിക്കാത്താവുന്നേ? ചോദിക്കാൻ കിട്ടിയ ഞാൻ പറഞ്ഞത്. ആരാ ഇവിടെ? പ്രൊഡ്യൂസർ വരൂ. ഇതെന്താണ് ഇത്? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതെ. ഇനി കോൺസേർട്ട് സ്റ്റെപ്പ്. എനിക്കറിയത്തില്ല. പടി. പൂക്കാട്ട് പടി. കോൺസേർട്ടല്ല, പടി. സ്റ്റെപ്പ്. സ്റ്റെപ്പ് പടി. പടി. ആ, കോൺസേർട്ട്. ഇതിന് കിട്ടി. പൂക്കാട് അല്ല, ഇവിടെ പടിയാണോ? ആ, ഒരു പടിയാണ്. ഇവിടെ അടുത്തുള്ള കുറെ പടികളൊന്നും ആലോചിച്ച് നോക്കിയേ. കിട്ടും. കോൺസേർട്ട്. കോൺസേർട്ടിന്റെ മലയാളം തുറ്റാ. കച്ചേരിപ്പടി. കിട്ടിയില്ലേ? ഇനി അടുത്തത് ഇത് കഴിഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ ആരാ എഴുതിയെന്നുള്ള ആളെ എന്നെ ഒന്നുകൊണ്ട് കാണിക്കണം. നോക്കിയാൽ മതി. അടുത്തത് ഇതിലും ബ്യൂട്ടിഫുള്ളാ, പറഞ്ഞു തരട്ടെ. മിറർ ഫോറസ്റ്റ്. കണ്ണാടിക്കാട്. കണ്ണാടിക്കാടോ? കണ്ണാടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? കണ്ണാടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? എനിക്കറിയത്തില്ല. വൈറ്റിലയിൽ ഉണ്ട്. ഓഹോ, ഇപ്പം ഇങ്ങേർക്ക് വൈറ്റിലയിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം വൈറ്റിലേ തന്നെ എത്തുന്നുണ്ട്. സത്യം പറ അപ്പൂസേ. അല്ല, നമ്മുടെ ഷോയിൽ ഒന്നുണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയില്ലേ? അങ്ങനെ ഹാപ്പി ചേച്ചി. പിന്നെ ഓക്കെ. ഇനി നാവിൻ തുമ്പത്ത് വന്നാൽ പിന്നെ താൻ 1 മിനിറ്റ് തത്തിത്തെരികട നാവിൻ തുമ്പത്ത് വന്നാൽ പിന്നെ തന്നെ വിട്ടുപോകാത്ത ചില പാട്ടുകളുണ്ട്. എന്റെ സിനിമയിലെ പാട്ട് ആലിലക്കാവിലെ എന്നുള്ള പാട്ട് എനിക്കിഷ്ടം. പാടാം. ആലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്കിന്ന് നീ കൊണ്ടുപോകും. കൊട്ടുണ്ടോ? അതെനിക്കറിയാൻ പാടില്ല. പാട്. എനിക്കറിയത്തില്ല. കൊട്ടുണ്ടോ കുഴലുണ്ടോ കൂടേറാ, മഞ്ഞുണ്ടോ മഴയുണ്ടോ രാവുറങ്ങാൻ, കാലികൾ മേയുമീ ആലയിൽ കാവലായി പാല് പോൽ പെയ്യാൻ നിലാവുണ്ടോ. ആലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ടിനകത്തെ ഒരു ഭാഗമാകാൻ പറ്റാഞ്ഞാൽ ഒരു ദുഃഖമുണ്ട് കേട്ടോ, സങ്കടമുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഈ പാട്ട് നോക്കിയാൽ അത് ചേച്ചിയേ ഉള്ളൂ. ഞാനോ? ആ ചേച്ചി തലവന്റെ പ്രൊമോഷനെ പറ്റി ബ്ലാക്ക് സാരി ഒക്കെ എടുത്തിട്ടുള്ള ആ വീഡിയോസിൽ ഫുൾ ഈ സോങ്ങാ. ഓ, അപ്പൊ അങ്ങനെ എനിക്ക് ആ സോങ്. അതെ അതെ, ഈ സോങ് അഭിനയിച്ചത് വേറെ ആൾക്കാരാണെങ്കിലും സോങ് പക്ഷെ കൊണ്ടുപോയത് ചേച്ചിയാ. ഹാപ്പി അല്ലേ? യൂട്യൂബിൽ നോക്കിയാൽ മതി. എനിക്ക് കരച്ചിൽ വരുന്നു. ടെസ ജോസഫ് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടും ബ്ലാക്ക് സാരി എടുത്ത ചേച്ചി. ഇൻസ്റ്റാഗ്രാമിലോ? ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെയല്ലേ, യൂട്യൂബിലെ കൂടുതൽ നോക്കിയത്. യൂട്യൂബിൽ ഫുൾ ചേച്ചി മാത്രം. എനിക്കൊന്ന് അയച്ചു തരണേ. അയച്ചുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചെക്ക. സംഗീതയെ പോലെ ടോക്സിക് ആയ സ്ത്രീകളെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്.
എക്ക് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ആരാ പക്ഷെ അത് ആരാ എവിടെ എങ്ങനെയാണെന്നൊന്നും അങ്ങനെ ഒന്നും ചോദിക്കരുത്. ചോദിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ. എന്നിട്ട് അവരെങ്ങനെ ടോക്സിക് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആണുങ്ങളെ വളക്കി അങ്ങനത്തെ സംഗീതയ്ക്ക് അങ്ങനെ ഒരു ഇതാണല്ലോ, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അല്ലാതെ ഒരു ടോക്സിക് നമ്മളെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന, എനിക്ക് ഇവരെക്കാട്ടിലും കുറച്ച് ഇമ്പോർട്ടൻസ് തരണം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ അങ്ങനത്തെ നെഗറ്റീവ് വോളികളൊക്കെ ചേച്ചി ഇങ്ങനെ നേരിടണേ? അവോയ്ഡ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഞാൻ എപ്പോഴും എന്നാന്ന് വെച്ചാൽ ഞാൻ അവരുമായിട്ട് മിണ്ടാതിരിക്കുവോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ കൂടുതൽ ഒരു അടുപ്പത്തിനായിട്ട് ഞാൻ പോകത്തില്ല. ജസ്റ്റ് ഒരു ആ ഒരു നോർമൽ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഐ വിൽ ബി നൈസ് ടു ദം. ഞാൻ ആരെ അങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടുവോ, ആരോടും വഴക്കുണ്ടാക്കി മിണ്ടാതിരിക്കുക അങ്ങനത്തെ ഒരു നേച്ചർ അല്ല എൻ്റെ. സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും നമ്മളോട് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. ഇവരെ കാണുമ്പം ഒരു ഹായും അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകും. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പക്കം ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പക്കാണ്. അനുപമയായി അഭിനയിച്ച് സംഗീതയോട് എന്ന പോലെ സംസാരിക്കുക. ഞാൻ സംഗീത, ചേച്ചി അനുപമ. ഓക്കെ, ഇവിടെ ഒരു അശോക് ഉണ്ട് കേട്ടോ. സംഗീതയോട് എന്താ ഇപ്പൊ പറയണ്ടേ? പറയാനുള്ളതൊക്കെ പറഞ്ഞോ. പറയാൻ പറ്റാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. സംഗീതേ, നീ വേണേ അശോകനെ എടുത്തോ. പക്ഷെ കുറെ നാൾ കഴിയുമ്പോ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് വന്നേക്കരുത്. എടുത്തോണ്ടങ്ങ് പൊയ്ക്കോണം. എനിക്ക് വേണ്ട നിന്റെ അശോകനെ. അനുപമയ്ക്ക് ഒരു കാര്യം അറിയോ? അശോക് നിങ്ങളുടെ ജീവനായിരിക്കും, പക്ഷെ എന്റെ ജീവിതമാണ് അശോക് ഏട്ടൻ. അതെ, എടുത്തോ. എനിക്ക് വേണ്ട അശോക്. വേണ്ട, നഹി ചാഹിയേ, ലേലോ. ഇപ്പൊ പുതിയ മോഡേൺ യുഗത്തിലുള്ളവരാണ്. എടുത്തോ, പോടേ. അതെ. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അടുത്തത്. അവതാരക ആയിട്ടിരുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സെലിബ്രിറ്റി ഉണ്ട്. എനിക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് ഇത് കറങ്ങി തിരിഞ്ഞു വരുന്നതെന്ന്. ഇല്ല, ഉണ്ട്. ആരാണെന്ന് അറിയാം. ചാക്കോച്ചൻ. ഇനി ബാക്കി കഥയും കൂടെ പറഞ്ഞോളൂ. ചേച്ചി പിന്നെ എന്നിട്ട് ചാക്കോച്ചനെ പിന്നീട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പം പിന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ തലവന്റെ 65 ഡേയ്സിന്റെ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു. എനിക്ക് നമുക്ക് ഒരു മെമന്റോ തരുമല്ലോ. എന്നോട് ചോദിക്കാൻ ആരാ തന്നെന്ന്. ചാക്കോച്ചനാണോ? എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്റർവ്യൂ എടുക്കണം. അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലൊക്കെ ഇട്ടിട്ടുണ്ട്. ചാക്കോച്ചൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ചാക്കോച്ചന്റെ അമ്മയായിട്ട് നമ്മുടെ രാജമ്മ. ചാക്കോച്ചന്റെ അമ്മയല്ലായിരുന്നു, ചാക്കോച്ചന്റെ ചെറുപ്പമായിരുന്നു ചെയ്തത്. ചാക്കോച്ചനോട് ഒരു കോമ്പിനേഷൻ ഇല്ലായിരുന്നു എനിക്ക്. ഇതൊന്നും കാണാതെ ഇവിടെ വന്നിരുന്ന ഇന്റർവ്യൂ ചാക്കോച്ചന്റെ അമ്മയായിട്ട്. അല്ല, ഇത് പ്രൊഡ്യൂസർ പറഞ്ഞായിരിക്കും ചാക്കോച്ചന്റെ അമ്മ എന്നത്. അല്ല, ഇത് ആക്ച്വലി അത് അതിന്റെ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ സൈജു കുറുപ്പുമാണ്. അപ്പൊ ഞങ്ങൾക്ക് 2 മക്കള്. അതാണ് ചാക്കോച്ചനും ആസിഫും. അപ്പൊ അവരെ ചെറുപ്പമാണ്. അമ്മയല്ലേ അപ്പൊ അത്? ചെറുപ്പം, ചെറുപ്പത്തിലെ അമ്മ. അത് ചാക്കോച്ചന്റെ അമ്മയല്ലേ? ചാക്കോച്ചന്റെ അമ്മയല്ല, അത് അവിടുത്തെ ക്യാരക്ടർ. കൊച്ചാണല്ലോ വളർന്നു വന്ന് ചാക്കോച്ചനായത്. ആ വളർന്നു വന്ന് ചാക്കോച്ചന്റെ കൂടെ ആയിരുന്നെങ്കിൽ അല്ലായിരുന്നു. എന്നാലും ഞാൻ ഉദ്ദേശിച്ച ചേച്ചിക്ക് മനസ്സിലായില്ലേ? ശരി, മനസ്സിലായി. അല്ല, അതിനുശേഷം പിന്നെ ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, മഞ്ജു ചേച്ചീനെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ മഞ്ജു ചേച്ചീനെ അത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? മഞ്ജു ചേച്ചിന് ഇഷ്ടമല്ലെങ്കിലും ഉണ്ടോ? എന്തൊരു ചോദ്യം അപ്പൊ അത്. ക്യൂട്ടായിട്ടുള്ള, ഇത്രയും പോസിറ്റിവിറ്റി ഉള്ള, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്രയും സുന്ദരിയായിട്ടുള്ള, ഇത്രയും മിടുക്കിയായിട്ടുള്ള മഞ്ജു ചേച്ചിനാണ് പറഞ്ഞേ. സോറി, ഞാൻ ചെന്നൈ സെൽഫ് ഗോൾ അടിച്ചടിച്ചടിച്ചടിച്ച്. മഞ്ജു ചേച്ചിന്റെ അടുത്ത ഇന്റർവ്യൂ ചേച്ചി എന്തൊക്കെ ചോദിക്കും? എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത പ്രാവശ്യം മഞ്ജു വരുമ്പോ അതല്ലായിരുന്നു ചോദിക്കാറില്ലേ? അതൊക്കെ ഞാൻ ഇത് കട്ട് പറഞ്ഞു കഴിയുമ്പോ ഞാൻ പറയാം. നമ്മളൊന്നില്ലെങ്കിൽ ഒരേ ഫീൽഡിലുള്ള ആൾക്കാരായിരുന്നില്ലേ? അല്ല, ചേച്ചി മുമ്പ് ആങ്കർ ആയിരുന്നില്ല. അപ്പൊ എനിക്ക് ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ അത് മഞ്ജുവിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഞാൻ കുറെ പ്രിപ്പയർഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കുള്ളൂ. അല്ലാതെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചിന്തിക്കാതെ ഞാൻ ചോദിക്കില്ല. കാരണം അതിനൊക്കെ കാര്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ച 3 കാര്യങ്ങൾ എന്തായിരിക്കും? അല്ല, അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്കറിയില്ല. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ മഞ്ജു ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. ഒരു ചോദ്യം പറയാം. ഒരു ചോദ്യം എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കും. ഡെഫിനറ്റ്ലി ചോദിക്കും. ഓക്കെ. പക്ഷെ ഇതെങ്ങാനും മഞ്ജുവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടാൽ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം. മഞ്ജുവിന്റെ ചിരിയൊക്കെ എന്ത് രസാ. എപ്പോഴും അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്. നമ്മള്
മഞ്ജുവിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിരിച്ചു പോകില്ലേ? ഞാൻ എത്ര ഇന്റർവ്യൂസിൽ ഇങ്ങനെ കുറെ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ഞാനും ചിരിക്കാനുള്ള കൂടെ എന്ന്. ശരിയാ ശരിയാ. അതെ, നമ്മുടെ ലാസ്റ്റ് പക്കം. അടുത്ത 3 സിനിമകളിൽ 3 ഹിറ്റായ നായകന്മാരെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും ചൂസ് ചെയ്യാം? നായകന്മാരെ എനിക്ക് ഓപ്പോസിറ്റ് പ്ലേ ചെയ്യാനോ? അല്ല, ചേച്ചിയുടെ കോസ്റ്റാർസ് ആയിട്ട് അഭിനയിക്കും. കോസ്റ്റാർസ് ആയിട്ട് മതി. എങ്ങനെ? എനിക്ക് അല്ലെങ്കിൽ നായകനോ കോസ്റ്റാർ ചൂസ് ചെയ്തോ? 3 ആൾക്കാർ. ലാലേട്ടൻ, ടൊവിനോ, പിന്നെ ആരാണ് ഭാഗ്യവാൻ? ചാക്കോച്ചൻ. അപ്പോഴും ചാക്കോച്ചൻ, എവിടെ പോയാലും ചാക്കോച്ചൻ. ചാക്കോച്ചനൊക്കെ പണ്ട് കോളേജിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ എല്ലാവരുടെയും ഒരു ക്രഷ് എന്ന് തന്നെ പറയാം. പിന്നെ മാത്രമല്ല ചാക്കോച്ചന്റെ ഒരു പേഴ്സണാലിറ്റി ഒരു ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ്. ഭയങ്കര ഒരു നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു കാഷ്വൽ. അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. ഇവര് 3 പേരും നല്ല ആസിഫ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഭയങ്കര നമുക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന കുറെ. റോഷൻ, ഒത്തിരി 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 ആൾക്കാരുണ്ട്. വർക്ക് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത ആരായിട്ടാ? വർക്ക് ചെയ്ത എല്ലാവരുമായിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഫസ്റ്റ് മൂവി പട്ടാളമായിരുന്നല്ലോ. അപ്പൊ ചേച്ചിയുടെ ഫസ്റ്റ് മൂവിയാണത്. അപ്പൊ അതിനകത്തേക്ക് വരാനായിട്ട് എങ്ങനെ വീട്ടിലൊക്കെ കൺവിൻസ് ചെയ്തത്? കുറച്ച് പാടായിരുന്നു മോളെ. അല്ല, പിന്നീട് ആ ഫസ്റ്റ് മൂവി ആക്ച്വലി ആ കൺവിൻസിങ് പാട്ടൊക്കെ ചെയ്ത് സത്യം പറഞ്ഞ ലാലുവേട്ടൻ. അതിനെനിക്ക് ലാലുവേട്ടനോട് ഒരുപാട് സ്നേഹവും എൻ്റെ ഒരു നന്ദിയും. കാരണം ലാലുവേട്ടൻ എൻ്റെ അപ്പനോട് പോയി അപ്പൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ചു. അത് കഴിഞ്ഞ് ലാലുവേട്ടൻ വീട്ടിൽ വന്നു, അങ്ങനെ ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് ലാലുവേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ മൂവി കൊണ്ട് ഇവൾക്ക് ഒരു ദോഷം ഉണ്ടാവാതെ അത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. പിന്നെ ലാലുവേട്ടൻ്റെ ആ ഒരു പ്രകൃതവും ആ സ്വഭാവവും എല്ലാം കണ്ടപ്പോഴത്തേക്കും ഒരു ജെന്റിൽമാൻ ആണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ലാലുവേട്ടനാണ് ആക്ച്വലി കൺവിൻസ് ചെയ്തത്, എന്നെക്കാട്ടിലും കൂടുതൽ. കാരണം ഞാൻ മോളാണല്ലോ, എനിക്ക് കൺവിൻസ് ചെയ്യുന്ന ഒരു പരിധിയൊക്കെ ഉണ്ട്. കാരണം ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറെ ആരുമില്ല. പിന്നെ മല്ലിക ആന്റി ഇല്ലേ, മല്ലിക സുകുമാർ, മല്ലിക ആന്റി ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എന്നോടും എൻ്റെ അമ്മയോടും സംസാരിച്ചു. അപ്പൊ അത് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യം, എങ്ങനെയാണ് മല്ലിക ആന്റി വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല. മല്ലിക ആന്റി ഇത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ മല്ലിക ആന്റി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് എടുക്കാതിരിക്കരുത്, ഇത് നല്ലൊരു ടീമാണ്, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ ചിലപ്പം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നുള്ളൊരു രീതിയിൽ മല്ലിക ആന്റി ഒരുപാട് വിളിച്ച് സംസാരിച്ചു. അങ്ങനെ അപ്പോൾ അതും എനിക്കൊരു ഭയങ്കര ഒരു ചെയ്യണോ, ഇങ്ങനെയൊക്കെ ഇവരൊക്കെ പറയുമ്പോൾ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നു. ഞാൻ എപ്പോഴും എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കണ്ടിരുന്നു അത് കേട്ടോ, ഞാൻ കണ്ടായിരുന്നു. ഫാമിലി മെമ്പർ. എനിക്കറിയാം, ഞാൻ ആ ഇത് കണ്ടായിരുന്നു. പിന്നെ അല്ല ചേച്ചി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ആണെങ്കിൽ പറഞ്ഞല്ലോ പിന്നെ അമ്മയ്ക്ക് ഭാവിനെ പറ്റി ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് പിന്നെ മൂവീസിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാണ്ടിരുന്നത്. ഇപ്പൊ ചേച്ചി പിന്നെയും ഒരു കംബാക്ക് ഉണ്ടല്ലോ, അപ്പൊ ഇപ്പൊ അമ്മ എങ്ങനെയാ, സപ്പോർട്ടിങ് ആണോ? പിന്നെ അമ്മ ജിസിന്റെ മൂവിയിൽ ചെറിയ ചെറിയ റോൾസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതാണ് അമ്മ കുറെയൊക്കെ ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മ ആ ഫ്യൂച്ചറിനെ പറ്റി വറീഡ് ആയിട്ടുള്ള. അമ്മയ്ക്ക് ഈ കലയോട് അമ്മയ്ക്ക് ഒരു വെറുപ്പില്ല, ഇഷ്ടമില്ലായ്മയില്ല. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് എൻ്റെ ലൈഫ് എവിടെയെങ്കിലും പ്രോബ്ലം ആവുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ. ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആവുന്നു, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് അമ്മയ്ക്ക് അറിയാം. ഇപ്പൊ അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എല്ലാ ഇന്റർവ്യൂസും അമ്മ കാണും. എന്നിട്ട് അമ്മ അതെല്ലാം ചെറുപറ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ട് നന്നായിന്ന് തോന്നുന്നുണ്ടോ? ആർക്ക്? അമ്മയ്ക്കോ? അമ്മയ്ക്ക് തോന്നും. അല്ല, അമ്മയ്ക്കല്ല, ചേച്ചിക്ക് മൂവി കണ്ടിന്യൂ ചെയ്യാണ്ട് അതൊരു നല്ലൊരു ഫാമിലി ലൈഫ് ഒക്കെ കിട്ടി. മൂവി കണ്ടിന്യൂ ചെയ്തും ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കൊന്നും നമ്മുടെ ഈ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ്. നല്ലൊരു പാർട്ട്ണറെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ അത് ഒരു ലോട്ടറി ഓർ മോർ ദാൻ എ ലോട്ടറിയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ അതൊരു എന്ന് വെച്ചാൽ ഏച്ച് കെട്ടി ജീവിക്കേണ്ട ഒരു ഇത് വരും. പക്ഷെ നമുക്ക് ഒരു ഫ്രീഡം തരികയും നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും എടി ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊരു കംഫർട്ട് നമുക്ക് തരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പാർട്ട്ണർ മാത്രമേ ഉള്ളൂ. കാരണം പേരൻസ് ഒക്കെ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്കൊരു അയ്യോ എന്നാ ഇങ്ങനെയാണ്, നമുക്കൊരു ആങ്സൈറ്റി, ഒരു അങ്ങനത്തെ ഒരു ടെൻഷനും ഒക്കെ വരും. പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒരു പാർട്ട്ണറോ നമ്മുടെ സിബ്ലിങ്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഇത്രയും ടൈം നമ്മളിപ്പം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരുപാട് നന്ദി. താങ്ക് യു. ഒരുപാട് പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. എനിക്ക് ഒരുപാട് പ്രോജക്ട് ഇപ്പൊ ചോദിച്ചില്ലേ ആക്ടേഴ്സ് ആരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ, ഇതിനകത്ത് ആരുടെ കൂടെയെങ്കിലും എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വന്നൊരു ട്രീറ്റ് തരുന്നതായിരിക്കും.
അതിനൊക്കെ പറ്റട്ടെ. Thank you, എല്ലാവിധ മോളെ. ആശംസകളും നേരുന്നു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.